ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ വീണ്ടും അറേഞ്ച്മെൻറ്റ് മാറ്റി. ബട്ട് ഇറ്റ്സ് നോട്ട് ഫൈനൽ. ഒരു ഡിസിഷൻ മേക്കിംഗ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു ഏരിയയാണ് ഈ ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടപ്പെടും, ചിലപ്പോൾ തിരിഞ്ഞിരിക്കണമെന്ന് തോന്നും. അന്നേരം വീണ്ടും അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആണെങ്കിൽ ഇതാണ്ട് ഇങ്ങനൊരു എൽ ഷേപ്പിൽ പിടിച്ചിട്ടേക്കുമാണ്. ആൻഡ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കമൻസുകൾ നോക്കാം. എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ഈ നമ്മുടെ വരയ്ക്കുന്നതിൻ്റെ ടൈം ലാപ്സ് അല്ലാത്ത ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്കും വരയ്ക്കണോ, ഐ ക്യാൻ ഹെൽപ്പ് യു ഡ്രോ, ആർട്ട് റൂം ടൂർ, ആർട്ടിസ്റ്റ് ബ്ലോഗ് 01 ക്രിയേറ്റർ വി എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിലാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടേക്കുന്നത്. അതായത് ഒരു 4 years മുന്നേ കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എവിടെ നോക്കണ്ടേ, March 28, 2020 അന്നിട്ടതാണ് 396 വ്യൂസുള്ള എൻ്റെ പഴയ വീഡിയോ. അന്ന് ഞാൻ ആർട്ടിസ്റ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ് 4 years മുന്നേ. ആൻഡ് ആർട്ട് ബ്ലോഗ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നത്. സോ ആ വീഡിയോ ഒന്ന് കാണണമെന്നുണ്ട്, അതിനകത്ത് എന്താണെന്നൊന്ന് അറിയണം. ഇൻട്രോമ്യൂസിക്കൊക്കെ ഭയങ്കര. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് സോ ഫാർ ഒരൊറ്റ ട്യൂട്ടോറിയൽ വീഡിയോ പോലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്ത ഞാൻ ഡ്രോയിങ്ങിൻ്റെ ടൈംലെസ് വീഡിയോസ് ആയിരുന്നു. ബട്ട് ഇനി മുതൽ ഈ ചാനൽ ആർട്ട് ട്യൂട്ടോറിയൽ വീഡിയോസ്, ആർട്ട് മെറ്റീരിയൽ റിവ്യൂസ്, പിന്നെ ഇടയ്ക്ക് കുറച്ച് ബ്ലോഗ്സ്, അങ്ങനെ പലതരം വീഡിയോസ് വരുന്നതായിരിക്കും. ഇപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടൈംലെസ് വീഡിയോ സൗണ്ടിൽ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. സൗണ്ട് എന്തോ ഒരു അടഞ്ഞ സൗണ്ടിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ മിക്സ് ചെയ്ത് ഒരുമാതിരിയായിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നത്. പിന്നെ ഇപ്പോൾ അതിനകത്ത് കാണുന്നത് എൻ്റെ റൂമായിരുന്നു. റൂമിൽ തന്നെ ഒരു സൈഡിലാണ് ഞാനിത് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ആൻഡ് കൂടുതലും ഈ ഒരു ടൈം ലാപ്സ് തന്നെ ഞാനത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഡ്രോയിങ് ചെയ്തിട്ടുള്ള മിക്ക ഡ്രോയിങ്സുകളും എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെയൊക്കെ പ്രിൻ്റുകളാണ് കേട്ടോ, പ്രിൻ്റുകളെടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു. ദാറ്റ് വാസ് കൂൾ. ഫ്രണ്ട്സ്, ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരിക്കും. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വേണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആർട്ട് ട്യൂട്ടോറിയൽ വീഡിയോസ്, ആർട്ട് മെറ്റീരിയൽ റിവ്യൂസ്, പിന്നെ ഇടയ്ക്ക് കുറച്ച് ബ്ലോഗ്സ്, ഇങ്ങനെ പലതരം വീഡിയോസ് വരുന്നതായിരിക്കും. സോ 5 മിനിറ്റുള്ള 5.54 6 മിനിറ്റുള്ളൊരു സിമ്പിൾ വീഡിയോ ആയിരുന്നു. ആൻഡ് വെരി ഗുഡ്. ഓക്കെ, അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു കമൻസ് ബാക്കി നോക്കാം. ആവശ്യമില്ല. സോ കമൻസുകൾ എല്ലാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കുറച്ചും കൂടെ നോക്കാം. കമൻറ്റ് സെക്ഷനിൽ അവസാനം വന്നേക്കുന്നതെന്ന് പറയുന്നത് ഡീറ്റെയിൽ പെയിൻറ്റിങ് ട്യൂട്ടോറിയലിലെ ഒരു വീഡിയോയിലാണ്. ബ്യൂട്ടിഫുൾ ടു വാച്ച്, അത്രയേ ഉള്ളൂ. 5 ദിവസം മുന്നേ വന്നേ. പിന്നെ
സ്കേപ്പിൽ ഡീറ്റെയിൽ പെയിൻറ്റിങ് ചെയ്യാൻ കഴിയുമോ, ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഒരു കമൻറ്റ് കണ്ട സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ബട്ട് അപ്പോഴൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എസ്കേപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു. യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. പക്ഷേ അന്ന് ഞാൻ വീഡിയോ കുറച്ച് ഷൂട്ട് ചെയ്തു. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വീഡിയോ കട്ടായിപ്പോയി, അങ്ങനെ റെക്കോർഡായില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു വൈബേ അങ്ങ് പോയി. സോ പിന്നെ ആ വീഡിയോ ചെയ്തില്ല. അതിന് ഞാൻ എപ്പോഴെങ്കിലും ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. പിന്നെ പെൻറ്റാബിൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഏറ്റവും നല്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പെൻറ്റാബ് ഇപ്പോൾ ഒരുപാട് പെൻറ്റാബുകൾ വന്നിട്ടുണ്ട്. XP പെൻ്റെ ആയാലും XP പെൻ്റാണ് എൻ്റെ മുകളിൽ പെൻറ്റാബുകൾ പുതുതായിട്ട് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വാക്കുമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 ഉണ്ട്, ഒന്ന് XP പെന്നും ഒന്ന് വാക്കും. XP പെൻ്റെ നോർമൽ പെൻറ്റാബാണുള്ളത്. പിന്നുള്ളതെന്ന് വെച്ചാൽ വാക്കത്തിൻ്റെ മറ്റേ വാക്കം 1 എന്ന് പറയുന്ന ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ്, പഴയ മോഡലാണ്. അതിൻ്റെ ഇപ്പോൾ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ XP പെൻ്റെ തന്നെ ചെറിയ റേറ്റ് കുറഞ്ഞ് ചെറിയ ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകം വീഡിയോ ചെയ്യാം. So to say, but the language used in your video is limited to a few people. It would be better if you could use Hindi, that most of the people could understand what you conveyed, and you could use English for the same, or you could use English for the same. That's a good suggestion, but it's like my Hindi is not that fluent, and I know Hindi. Hindi speaking is not that great, as well as English. I can do small videos if I prepare well, but little bit difficult for me. So that's why I'm not doing in English or Hindi currently, but I think I will look into it, and maybe in the future I will do it in English as well. Then 1-to-1 ക്ലാസ്സസ് എടുക്കുമോ? 1 year മുന്നേ ചോദിച്ചതാണ്. 1-to-1 ക്ലാസ്സസ് എടുക്കണമെന്നുണ്ട്, ബട്ട് ടൈമാണ് ഒരു പ്രശ്നം. എല്ലാം ഒന്ന് ഒരു ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ടൊരു ടൈം എനിക്ക് അലോട്ട് ചെയ്യാൻ പറ്റിയാൽ 1-to-1 ക്ലാസ്സിനെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കുന്നതായിരിക്കും. എല്ലാ കമൻറ്റും നോക്കുന്നില്ലെങ്കിൽ ഇതുകൂടെ നോക്കണമെന്നുണ്ട്. എത്ര മോഡലോ ഡിജിറ്റലോ വന്നാലും സ്വതന്ത്രമായി വരച്ചുണ്ടാക്കുന്ന ചിത്രങ്ങളോളം വരില്ല മച്ചാനെ ഒരു ഡിജിറ്റൽ ചിത്രങ്ങൾ. സോ അത് ഏകദേശം കറക്റ്റാണ്. കാരണം നമ്മൾ ട്രഡീഷണലായിട്ട് വരച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ ഫീല് എന്തുമായാലും ഡിജിറ്റലി ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഫീലിനോട് വരത്തില്ല. ബട്ട് പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. മെറ്റീരിയൽസൊക്കെ ഡിഫറെൻ്റ് ആണ് എന്നേ ഉള്ളൂ. രണ്ടിനും സ്കില്ല് വേണം. സോ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഈ ഡിജിറ്റൽ ഓയിൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സ്മഡ്ജ് പെയിൻറ്റിങ്, അതായത് ജസ്റ്റ് കളേഴ്സ് സ്മഡ്ജ് ചെയ്ത് ഡിജിറ്റൽ ഓയിൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന, അതായത് എന്ന് പോസ്റ്റ് ചെയ്യുന്നതും കമ്മീഷൻ ചെയ്യുന്നതും ഒക്കെ ആൾക്കാരുണ്ട്. സോ അതെന്ന് പറയുന്നത് അതിനും സ്കില്ല് വേണം. പക്ഷെ അത് ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലിനെ ഉപരി അതൊരു എഡിറ്റിംഗ് സ്കില്ലായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ഫോട്ടോ അതിൻ്റെ മുകളിലൂടെ എഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പ്രോസസ്സ് ഞാൻ കാണുന്നത്. അതല്ല നമ്മൾ കംപ്ലീറ്റായിട്ട് വരച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. സാധാരണ വരയ്ക്കുമ്പോൾ ചെയ്യുന്ന അതേ പ്രോസസ്സിലൂടെയാണ് ഡിജിറ്റലി ചെയ്യുമ്പോഴും പോകുന്നത്. പക്ഷേ അതിനകത്ത് കുറേ നമുക്ക് മെറ്റീരിയൽസ്, അതായത് നമ്മളിപ്പോൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്കും പെൻസിൽ, പേപ്പർ, അങ്ങനെ മെറ്റീരിയൽ വേണം. ഡീറ്റെയിൽ ആകുമ്പോൾ എല്ലാം ഡിജിറ്റൽ തന്നെയാണ്. ക്യാൻവാസ് ആയാലും അതിനകത്ത് ബ്രഷുകളായാലും അതിനകത്ത് പെയിൻറ്റുകളായാലും എല്ലാം ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുറേ അതിനകത്ത് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് അൺഡു ബട്ടണാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ട്രോക്ക് മാറിപ്പോയാലും അത് പെട്ടെന്ന് അൺഡു അടിച്ചാൽ നമുക്കത് മാറ്റാൻ പറ്റും. ബട്ട് ഒരു പെൻസിൽ ഡ്രോയിങ്ങോ കളർ പോർട്രേറ്റോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു വര മാറിപ്പോയാൽ അത് മായ്ച്ചെടുത്ത് ക്ലിയർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. എങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ
കുറേ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലാണ് ഒരു പ്രശ്നം വരുന്നത്. പ്രത്യേകിച്ചും ഈ പെൻസിൽ മീഡിയ അല്ലാതെ ഈ പെയിൻറ്റ് മീഡിയയിലോട്ട് വരുമ്പോഴാണ് കുറേ കൂടെ ഒക്കെ അതിലൊരു പ്രശ്നമൊക്കെ വരുന്നത്. നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നല്ല, ബട്ട് അതിന് എക്സ്ട്രാ ടൈം ഇടേണ്ടി വരും, അത്രയേ ഉള്ളൂ. സോ പിന്നെ അതാണ്, ഒന്നിനെയും താഴ്ത്തി കാണാനോ പറ്റില്ല, എല്ലാം സ്കില്ല് വേണം. ബട്ട് അതിനൊക്കെ പ്രത്യേക ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടാം. നിങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് സെക്ഷനിൽ അത്രയും ഞാൻ നോക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം കമൻറ്റും വീഡിയോ കൊള്ളാം, അങ്ങനെയുള്ള പ്രസൻറ്റേഷൻ കൊള്ളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മിക്കവരും ഈ പെൻടാബിനെ പറ്റിയും സോഫ്റ്റ്വെയറിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് അങ്ങനത്തെ ഇതൊക്കെയാണ്. പിന്നെ പെൻടാബ് ഞാൻ പറഞ്ഞില്ല കുറച്ച് മുമ്പേ, എക്സ്പെന്നോ വാക്കോ നല്ലതാണ്. ഈ ഒരു വീഡിയോയിൽ ഇത്രയും മതിയാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.